ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി ടോക്കീസ്. അറഫ്ത സീരീസിലെ 17ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ നേരെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അമ്പറിന് നിൽക്കുന്ന അദേശിനെയാണ്. അവന് മേജൻ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ്റെ നോട്ടം ആ എയിലുൽ ഹോസ്പിറ്റൽ എന്നെഴുതിയിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റിലേക്കായിരുന്നു. നസീറാണെങ്കിൽ ഇവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നിൽ. അപ്പോഴാണ് ജമാൽ അദേശിനോട് പറയുന്നത്, അദേശ്, ഈ എയിലുൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഈ പ്രൊജക്റ്റ് തടയാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ശ്രമിച്ചത്? ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശ് ആകെ കരഞ്ഞു പോവാണ്. അവന് വേഗം മേജനോട് സംസാരിക്കാനായി അവളുടെ അടുത്തേക്ക് പോകും. ഇതെല്ലാം കാണുമ്പോൾ അടിയിൽ കിടക്കുന്ന പേപ്പർ എടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും നസീറിന് കാര്യങ്ങളെല്ലാം പിടികിട്ടും. അതുകൊണ്ട് തന്നെ അവൻ വിചാരിക്കും ഇപ്പം കാര്യങ്ങളെല്ലാം സിമ്പിളായി കഴിഞ്ഞിരിക്കുന്നു. മേജൻ ഇപ്പോൾ അദേശിനോട് നല്ല ദേഷ്യമായിരിക്കും. ഇനി അവർക്കിടയിൽ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയം നന്നായി യൂട്ടിലൈസ് ചെയ്ത മേജൻ്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ മേജനുമായിട്ട് അടുക്കാനുള്ള ഒരു വലിയ കാരണമായിട്ട് അവൻ ഇത് കാണുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവളെ റൂമിൽ ഒരുപാട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അദേശ് വരുന്നത്. അവൻ വന്ന പാടെ അവളോട് ചോദിക്കും, നീ എന്തിനാണ് ഈ ഹോസ്പിറ്റലിന് എയിലിൻ്റെ പേരിട്ടത്? ഇത് കേൾക്കുമ്പോൾ മേജൻ ചോദിക്കും, നീ എന്താ എന്നെ കളിയാക്കുകയാണോ? ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത്? നിനക്കറിയോ ഇതിൻ്റെ എത്ര കാലം മുതലുള്ള ഡ്രീമാണെന്നറിയോ? ഇതിൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് തുടങ്ങണമെന്നത്. ഇത്രയും കാലം കൊണ്ടുള്ള എൻ്റെ കഷ്ടപ്പാട് നീ ഒറ്റ സെക്കൻഡോടല്ലേ നശിപ്പിച്ചത്? ഞാൻ ആർക്കിടെക്ചർ പഠിച്ച തന്നെ ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അതെല്ലാം നീ എത്ര പെട്ടെന്ന് നശിപ്പിച്ചത്. ഇപ്പം നിനക്ക് സമാധാനമായോ എന്ന് പറഞ്ഞ് മേജൻ അദേശിനെ തള്ളി മാറ്റിയായിരിക്കും. ഇത് കാണുമ്പോൾ അദേശ് അവളുടെ കൈ പിടിച്ച് തടുത്തിട്ട് പറയും, ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞതല്ലേ ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. നീ വെറുതെ ഞാൻ പറയുന്ന അനുസരിക്കാതെ ഓരോന്നും കാണിച്ചു കൂട്ടിയിട്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കണം. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ മേജൻ അവളുടെ കൺട്രോൾ പോവാണ്. അവൾ ആകെ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിക്കും, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിന് മാത്രം ഞാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ വീണ് പോകും. അദേശിനാണെങ്കിൽ അതെല്ലാം കണ്ട് നല്ല വിഷമം ഉണ്ടാവും. അവനത് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നും വേഗം പോകും. അവൻ്റെ ദേഷ്യവും വിഷമം ഒന്നും സഹിക്കാൻ വയ്യാതെ അവൻ വേഗം അവൻ്റെ ഓഫീസ് റൂമിലേക്കാണ് പോയിരുന്നത്. അവിടെ എത്തി അവൻ്റെ ദേഷ്യങ്ങളെല്ലാം അവിടുത്തെ സാധനം കൊണ്ട് തീർക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ബുക്കും സാധനങ്ങളും എല്ലാം അവൻ ദേഷ്യം കൊണ്ട് വലിച്ചു വാരിയിടുകയാണ്. ഈ ഒച്ചപ്പാടും ബഹളെല്ലാം കേട്ടുകൊണ്ടാണ് അവിടേക്ക് ജമാൽ വരുന്നത്. അവനാകെ ഷോക്കായി നിൽക്കുകയായിരിക്കും അദേശിൻ്റെ ഈ പെരുമാറ്റം എല്ലാം കണ്ടിട്ട്. അദേശ് പറയും, മേജൻ എന്തിനാണ് എയിലുളിൻ്റെ പേര് ആ ഹോസ്പിറ്റലിൽ ഇട്ടത്? എയിലുൾ എൻ്റെ സഹോദരിയാണ്. അവൾ എന്തിനാണ് മേജൻ ഇപ്പോൾ ഓർത്തിരിക്കുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ അദേശിനോട് പറയും, അദേശ്, മേജൻ ഇപ്പോഴും എയിലിനെ കുറിച്ച് ആലോചിക്കുന്നതിൽ എന്ത് തെറ്റാണ് അവളുടെ ഭാഗത്തുള്ളത്? ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശ് ദേഷ്യം പിടിച്ച് പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൾ എൻ്റെ സഹോദരിയാണ്. അവളെക്കുറിച്ച് മേജൻ എന്തിനാണ് ആലോചിച്ചിരിക്കുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ അദേശിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, നീ ഒന്ന് കാം ആൻഡ് കൂളായിട്ട് ആലോചിച്ച് നോക്കും. സത്യം പറഞ്ഞാൽ മേജൻ ഇപ്പോഴും ഏരുളിനെ കുറിച്ച് ഇത്ര ചിന്തയുണ്ടെങ്കിൽ ഏരുളിന് അന്ന് മേജന് എത്ര ഇഷ്ടമായിരിക്കും. പിന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും നീ വിചാരിച്ചതുപോലെ തന്നെയല്ലേ നടന്നത്? നിനക്ക് ആ പ്രൊജക്ട് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിപ്പോൾ ക്യാൻസൽ ചെയ്തില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് സങ്കടവും ദേഷ്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനുത്തരം പറയേണ്ടത് ഞാനല്ല, അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞ് ജമാൽ അവിടെ നിന്ന് പോകും. ജമാൽ പോയി കഴിയുമ്പോൾ അദേശ് അവിടെ ഇരുന്ന് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം അവനും തോന്നും, ഞാനെന്തിനാണ് മേജനെ ഇത്രയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ മേജനല്ല എൻ്റെ ശത്രു. അവളെന്നോട് എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ ക്രൂരതകൾ കാണിക്കാനായിട്ട്? അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുമ്പോൾ അദേശിന് എന്തോ പോലെ തോന്നും. അതിനുശേഷം അവൻ റൂമിലേക്ക് കിടക്കാൻ വരുമ്പോൾ മേജൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അവളും ഇപ്പം നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. അദേശിനെ കാണുമ്പോൾ മേജൻ അവിടെ വേഗം കിടന്നുറങ്ങിയ പോലെ കാണിക്കുകയാണ്. ഇത് കാണുമ്പോൾ അദേശം വെറുതെ അവൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ അവിടുത്തെ സോഫയിൽ കിടന്നുറങ്ങുകയാണ്. കുറച്ചു നേരം മേജൻ അവിടെ തന്നെ കിടക്കും. അതിനുശേഷം അദേശ് ഉറങ്ങിയെന്ന് വിചാരിച്ച് അവൾ പുറത്തു പോയി പൊട്ടിക്കരയാണ്. ഇതെല്ലാം അദേശ് ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. അവനും മേജനെ പോലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ അദേശ് നല്ല വിഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അദേശിനെയാണ്. അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മേജൻ അവിടെ അതിനേക്കാൾ പെട്ടെന്ന് റെഡിയായി അങ്ങോട്ട് വരുന്നത്. ഇത് കാണുമ്പോൾ അദേശ് അവളോട് ചോദിക്കും, അല്ല, നീ ഇതെങ്ങോട്ടാ പോകുന്നത്? വേറെ എവിടേക്കാ? ഞാനിപ്പോൾ ഓഫീസിലേക്കാണ് പോകുന്നത് മേജൻ അദേശിനോട് പറയും. ഇത് കേൾക്കുമ്പോൾ അദേശ് ചോദിക്കും, അതിന് നിനക്ക് അവിടെ എന്താ പണി? നിനക്ക് അവിടെ പണിയൊന്നുമില്ല, ഞാൻ പറഞ്ഞതല്ലേ. നിന്നെ ഓഫീസിൽ നിന്നും ഞാൻ പിരിച്ചുവിട്ടതാണല്ലോ, പിന്നെ നീ എന്തിനാണ് അവിടേക്ക് വെറുതെ പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ മേജൻ അദേശിനോട് പറയും, നിങ്ങൾ എന്നെ എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും തളരില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്ത് ഈ വീട്ടിൽ തന്നെ പൂട്ടിയിരുത്താൻ നോക്കിയാലും ഞാൻ ഓഫീസിലേക്ക് പോയി വർക്ക് ചെയ്യും, നിങ്ങൾ നോക്കിക്കോ. ഇവളിങ്ങനെ കോൺഫിഡൻസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എന്താണ് ഇവളുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകാതെ നിൽക്കായിരിക്കും അദേശ്. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് നസീർ അവൾക്ക് കോൾ ചെയ്യുന്നത്. അത് കാണുമ്പോൾ അദേശം നല്ല ദേഷ്യം വരും. മേജനും ആ കോൾ അറ്റൻഡ് ചെയ്യും. മേജൻ കോൾ എടുത്ത പാടെ തന്നെ
നസീർ ചോദിക്കും, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇത് കേൾക്കുമ്പോൾ മാജൻ പറയും, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ നസീറിന് ഒത്തിരി സന്തോഷമാവും. മാജൻ, നീ ഒരിക്കലും പേടിക്കണ്ട, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡും ഇൻ്റലിജൻറ്റും ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നീ. നിന്നെക്കൊണ്ട് എല്ലാ പ്രശ്നവും സിമ്പിളായിട്ട് തരണം ചെയ്യാൻ കഴിയും. പിന്നെ നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് നസീർ അവളെ സമാധാനിപ്പിക്കും. ഇതെല്ലാം കേട്ട് ചൊറിയിളകി നിൽക്കുന്ന ആദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ്റെ ചൊറിച്ചിൽ കാണുമ്പോൾ മാജൻ നസീറിനോട് പറയും, അതെ നസീർ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. ഇതും കൂടി കേൾക്കുമ്പോൾ ആദേശിൻ്റെ കൺട്രോൾ പോകും. മാജൻ നസീറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവിടെ വന്ന് ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. ഇത് കാണുമ്പോൾ മാജൻ നല്ല ദേഷ്യം വരും. ആദേശ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? മര്യാദക്ക് ആ ഫോൺ എൻ്റെ കയ്യിൽ തിരിച്ചു തന്നോ? ഇവരുടെ ഈ ബഹളമെല്ലാം കേട്ടിട്ട് അവിടെ എന്താ പ്രശ്നം എന്ന് നസീർ ചോദിക്കുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ ആദേശ് മാജനോട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇവനെ നീ വിളിക്കരുതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ കോൾ കട്ട് ചെയ്യും. അതിനുശേഷം അവളുടെ ഫോൺ അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ഇതെല്ലാം കാണുമ്പോൾ മാജൻ ആദേശിനോട് പറയും, നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്ന വിചാരിച്ച് നിനക്ക് ഒരിക്കലും എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും എന്നെ പിന്മാറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഓഫീസിലേക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞ് മാജൻ വാശിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആദേശ് അവളെ വീണ്ടും അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പറയും, മാജൻ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. നിനക്ക് നന്നായിട്ട് അറിയാം എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ വെറുതെ എന്നെ ചാലഞ്ച് ചെയ്ത് പോകാൻ നിൽക്കണ്ട. അതിൻ്റെ ഫലം അത്ര നല്ലതായിരിക്കില്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? ഇത് കേൾക്കുമ്പോൾ മാജൻ ആദേശിനോട് പറയും, ശരി, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എവിടേക്കും പോകണ്ടെന്നല്ല നിങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ച് ഓഫീസിലേക്ക്. എങ്കിൽ ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല, പക്ഷേ വർക്ക് അത് ഞാൻ വീട്ടിലിരുന്നാണെങ്കിലും ചെയ്തിരിക്കും. അവൾ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണമെന്ന് വിചാരിച്ച് ആദേശമൊന്നും മിണ്ടാതിരിക്കും. അങ്ങനെ മാജൻ നേരെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. മാജനെ കാണുമ്പോൾ ഹൈദർ അവളോട് ചോദിക്കും, മോളെ, ഇനി നിന്റെ അടുത്ത പ്ലാൻ എന്താ? ഇത് കേൾക്കുമ്പോൾ മാജൻ പറയും, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എനിക്ക് എൻ്റെ പ്ലാനുകൾ ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല, ഞാൻ എന്തായാലും ആ പ്രൊജക്റ്റ് ചെയ്തിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഹൈദർ നെർമിനോട് പറയും, കണ്ടോ, ഇതാണ് എൻ്റെ മോള്, നീ എപ്പോഴും ഇങ്ങനെ തന്നെ കോൺഫിഡൻസോടെ ഇരിക്കണമെന്ന് ഹൈദർ മാജനോട് പറയും. അങ്ങനെ അവർ 3 പേരും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ആസ്ലി മുസൈനും വരുന്നത്. ഇന്നലെ ഇവിടെ എന്തൊക്കെയായിരുന്നു ബഹളം, എന്നിട്ടിപ്പോൾ എന്തായി എന്നെല്ലാം പറഞ്ഞ് അവളുടെ ആ പ്രൊജക്റ്റ് ക്യാൻസൽ ആയതിൻ്റെ പേരിൽ ആസ്ലി അവളെ കളിയാക്കുന്നുണ്ട്. പക്ഷേ മാജനൊന്നും പറയാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലേ, അതുകൊണ്ട് തന്നെ അവളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവർ 2 പേരും അവിടെ ഫുഡ് കഴിക്കാനായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആദേശം വരുന്നത്. മാജൻ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ മുസൈൻ അവളോട് പറയും, നിനക്കെന്താടി ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ അത് തലേ കയറില്ലേ? നിന്റെ ഭർത്താവിന് ചായ ഒഴിച്ചു കൊടുക്കാൻ വേറെ വല്ലവളെ ഞാൻ വിളിച്ചു വരുത്തണോ? ഇത് കേൾക്കുമ്പോൾ മാജൻ ഒന്നും മിണ്ടാതെ അവന് ചായ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ മുസൈൻ അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല. അവൾ ആദേശിന് ചായ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോൾ അവർ പറയും, നിനക്കപ്പോൾ ചെറുപ്പത്തിൽ ആരും മാനേഴ്സ് ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലേ? മുതിർന്നവരോട് ഇരിക്കുമ്പോൾ അവർക്കാണ് ആദ്യം സെർവ് ചെയ്യേണ്ടത്, ഈ കാര്യമൊന്നും നിന്നെ ആരും പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല. ഇത് കേൾക്കുമ്പോൾ മാജൻ ഒരു അക്ഷരം പോലും തിരിച്ചു പറയാതെ അവർക്ക് എല്ലാവർക്കും അവൾ ചായ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് നർമിൻ അവളോട് പറയുന്നത്, മോളെ, നിന്റെ പ്രൊജക്റ്റ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം നല്ല ഐഡിയ ആണ്. പക്ഷേ എന്നാലും നീ എന്താ അതിന് അങ്ങനെ ഒരു പേരിട്ടത്? എയിലുൽ ഹോസ്പിറ്റൽ, നിനക്ക് വല്ല മുറാത്തിൻ്റെ പേരിട്ടാൽ പോരായിരുന്നോ? ഇത് കേൾക്കുമ്പോൾ മാജൻ പറയും, മുറാത്തിൻ്റെ പേരുള്ള പ്രൊജക്റ്റ് ഞാൻ വേറെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നീ എന്തിനാണ് അങ്ങനെ ഒരു പേരിട്ടത്? എയിലുൽ, ഇതുപോലത്തെ ഒരു പേര് ഞാൻ മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഒരു പേരൊക്കെ ഇടുമ്പോൾ നമുക്കൊരു പരിചയമൊക്കെ വേണ്ടേ? ഈ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഹൈദർ, നിങ്ങൾക്കറിയോ ഈ പേരിലൊരാളെ? എനിക്കൊന്നും അറിയില്ല, ഞാനിതുപോലത്തെ പേരൊന്നും കേട്ടിട്ടില്ല. എയിലുലോ മുറാത്തോ എന്തോന്ന് വെച്ചാൽ അവളിടട്ടെ, അവളുടെ പ്രൊജക്റ്റ് അല്ലേ. എന്തായാലും ഇതൊരു പ്രൊജക്റ്റ് മാത്രമല്ലേ, അതിലിരിക്കുന്ന പേരിന് എന്താ ഇപ്പത്ര പ്രശസ്തി? ആദേശിന്റെ സഹോദരിയുടെ പേര് വെച്ച് അവരിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവനിപ്പോൾ അവരുടെ ഇടയിൽ വെച്ച് എയിലിന് വേണ്ടി സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ ദേഷ്യം അവൻ്റെ കയ്യിരിക്കുന്ന ഗ്ലാസ്സിലാണ് തീർത്തത്. അവനത് നെക്കി പൊട്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്ലാസിന്റെ ചില്ലെല്ലാം അവൻ്റെ കയ്യിൽ കൊള്ളുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അവരെല്ലാവരും ആകെ ഷോക്കായി പോകും. അവരെല്ലാവരും ആദേശിൻ്റെ അടുത്ത് വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ദേഷ്യം പിടിച്ചു പോകും. ഇതെല്ലാം കാണുമ്പോൾ മുസൈൻ നെർമിനോടും ഹൈദറിനോട് പറയും, എൻ്റെ മകൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇവിടെ ആരും കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുസൈൻ അവിടെ നിന്നും പോകും. ഇതെല്ലാം കാണുമ്പോൾ നെർമിന് നല്ല ദേഷ്യം വരും. രാവിലെ തന്നെ ഓരോ പ്രശ്നം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്, ഇപ്പതേ ബ്രേക്ക്ഫാസ്റ്റും പോയി കിട്ടി, സമാധാനമായില്ലേ എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകും. അതിനുശേഷം ഹൈദർ മാജനോട് പറയും, മോളെ, നീ വിഷമിക്കേണ്ട, എനിക്കറിയാം ആ പ്രൊജക്റ്റ് നിനക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അതെന്തായാലും നമുക്ക് തിരിച്ചു നേടിയെടുക്കാം എന്നെല്ലാം ഹൈദർ മാജനോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മാജൻ സന്തോഷമാവുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ ഇപ്പോഴും ആദേശിനെ കുറിച്ചാണ്. അവൻ്റെ കയ്യിൽ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചിരിക്കുകയാണ് മാജൻ ഇപ്പോഴും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയാണ്. അവന് കയ്യിൽ ആ മുറിവും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മുസൈനും ആസ്ലി അങ്ങോട്ട് വരുന്നുണ്ട്. ആസ്ലി പറയും, ആദേശ്, നീ വെറുതെ ഇങ്ങനെ കളിക്കാൻ നിൽക്കല്ലേ, ആ കൈയൊന്ന് കാണിക്കും, ഞാൻ നോക്കട്ടെ ആ മുറിവ് എത്രത്തോളം ഉണ്ടെന്ന്. അതിന് ആഴം കൂടുതലാണെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ഇടേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് പറയും, അതൊന്നും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കത്ര വലിയ വേദനയൊന്നുമില്ല, ഇതൊരു ചെറിയ മുറിവാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈൻ ആദേശിനോട് പറയും, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആ മാജൻ്റെ അമ്മയാണ്, അവൾ വായ തുറന്നതോടെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ ആസ്ലി പറയും, സത്യം പറഞ്ഞാൽ പ്രശ്നം മേജൻ്റെ അമ്മയല്ലേ ഉണ്ടാക്കിയത്. മേജൻ്റെ അമ്മ അങ്ങനെ പറയാനുള്ള കാരണം മേജൻ ആ പേരിട്ടോണ്ടല്ലേ, അവളാണ് ഇതിനെല്ലാത്തിനും കാരണം. ആസ്ലി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കും
കേൾക്കുമ്പോൾ വെറുതെ പ്രശ്നം വഷളാക്കണ്ടെന്ന് വിചാരിച്ച് ജമാൽ ആസിനോട് പറയും, മതി ഇനി ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്തിനാ ഞാൻ നിർത്തുന്നത്? ഇതിനെല്ലാം കാരണക്കാരി അവൾ തന്നെയല്ലേ. അവൾ കാരണം തന്നെയാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് നല്ല ദേഷ്യം വരും. ജമാൽ, നീ വരുന്നുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും ഓഫീസ് റൂമിൽ പോവാം. ഇത് കേൾക്കുമ്പോൾ ആസ്ലിക്ക് മനസ്സിലാവും ആദേശിന് അവൾ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ആദേശിനോട് പറയും, ആദേശ് നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഞാനും അമ്മയും ഇപ്പോൾ ഓഫീസ് റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് അവൾ അവിടെ നിന്നും അമ്മയും കൊണ്ടുപോകും. അതിനുശേഷം ജമാലും ആദേശും സംസാരിക്കാൻ വരുമായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മേജൻ വരുന്നത്. അത് കാണുമ്പോൾ ജമാൽ പറയും, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജമാൽ അവിടെ നിന്ന് പോകും. അതിനുശേഷം മേജൻ ആദേശിനോട് പറയും, ആദേശ് എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനൊരു സ്ഥലം വേണം. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളോട് പറയും, എന്തായാലും ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നിനക്കും വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അയ്യോ അതെനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യല്ലോ, ഞാൻ വേറെ വല്ല സമാധാനം കിട്ടുന്ന സ്ഥലത്ത് പോയിരുന്ന് വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അവൻ്റെ കൈ അവൾ ശ്രദ്ധിക്കുന്നത്. ആദേശിൻ്റെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ടാവും. അത് മേജൻ കാണണ്ടെന്ന് വിചാരിച്ച് അവൻ വേഗം ആ കൈ മറച്ചു പിടിക്കും. മേജൻ ഇതെല്ലാം കണ്ട് അവിടെ നിന്നും പോവും. അതിനുശേഷം ആദേശ് അവൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലഡ് എല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മേജൻ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആദേശിൻ്റെ അടുത്ത് വന്ന് അവളിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആദേശ് അവളോട് ചോദിക്കും, അല്ല നീ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നതും? നിനക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ ഇത് ഡ്രസ്സ് ചെയ്ത് തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിന്റെ പോലെ അത്ര ഹേർട്ട്ലെസ് ഒന്നല്ല. മറ്റുള്ളവരുടെ വിഷമങ്ങളെല്ലാം കണ്ടിട്ട് അത് കാണാത്ത പോലെ പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ള ബ്ലഡ് എല്ലാം തുടച്ചുകൊണ്ട് തന്നെ ആ ഓയിൽമെന്റ് അവൻ്റെ മുറിവിൽ പുരട്ടി കൊടുക്കുകയായിരിക്കും. അപ്പം മേജൻ അവനോട് പറയും, ഇത് കൊള്ളാലോ, നിനക്കും ലെഫ്റ്റ് ഹാൻഡിൽ തന്നെയാണല്ലേ മുറിവ് പറ്റിയത്, എനിക്കും എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണ് പൊള്ളലേറ്റത്, നമ്മൾ രണ്ടുപേരും ആ കാര്യത്തിൽ എന്ത് ചേർച്ചയാണല്ലേ എന്ന് മേജൻ പറഞ്ഞു വരികയായിരിക്കും. പെട്ടെന്ന് അവൾ അത് നിർത്തും. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളോട് പറയും, നീ ഇപ്പം എന്താ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്? ഇത് കേൾക്കുമ്പോൾ മേജൻ പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റിയിട്ട് പറയും, സത്യം പറഞ്ഞാൽ ഞാൻ നിന്റെ ബ്രേസ്ലെറ്റ് കാണാൻ കൊള്ളാന്നാ പറഞ്ഞത്. അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ജമാൽ വാതിൽ തുറന്നു വരുന്നത്. ജമാൽ അവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദേശിന്റെ മേജനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ച് അവനൊന്നും വേണ്ടാതെ അവിടെ നിന്നും വേഗം പോയി ആ വാതിലടക്കും. അങ്ങനെ മേജൻ ആദേശിന്റെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് അവിടെ നിന്നും പോകാൻ നിൽക്കായിരിക്കും. അപ്പോൾ ആദേശ് മേജനോട് ചോദിക്കും, അല്ല നിന്റെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള പ്ലാനുകളൊക്കെ എന്തായി? ഇത് കേൾക്കുമ്പോൾ മേജൻ ആദേശിനോട് പറയും, അത് കൊള്ളാം, നിങ്ങളെന്താ എന്നെ കളിയാക്കാണോ? എന്റെ പ്രൊജക്റ്റെല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് ഇനി ഞാനതിൽ എന്ത് ചെയ്യാൻ പോകാനാ? ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കും, ഞാൻ നിന്നെ കളിയാക്കിയതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. ആ പ്രൊജക്റ്റ് നിന്നെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീ ആ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്തോ. പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട് എന്നും പറഞ്ഞ് ആദേശ് പറയാൻ നിൽക്കുമ്പോഴായിരിക്കും നസീർ വിളിക്കുന്നത്. ഇത് കാണുമ്പോൾ മേജൻ അവൻ്റെ കോൾ കട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ആദേശ് ബാക്കി കാര്യം പറയും, നിനക്ക് ഈ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാം. അതിനുവേണ്ടി നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, അതായത് ഫിനാൻഷ്യലി എന്ത് കാര്യം വേണമെങ്കിലും നിനക്ക് ഞാൻ ചെയ്തു തരാം. ഇതിൽ പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്റേഴ്സോ പാർട്ട്നേഴ്സോ വരേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ട എല്ലാ ഫിനാൻഷ്യൽ ലീഗൽ സപ്പോർട്ടും ഞാൻ തന്നെ നിനക്ക് തരും. ഇത് കേൾക്കുമ്പോൾ മേജർ നല്ല ദേഷ്യം വരും. നീ എന്താ എൻ്റെ പ്രൊജക്റ്റ് എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കുകയാണോ? തൽക്കാലം എനിക്കിപ്പോൾ നിൻ്റെ ഓഫർ വേണ്ട എന്നും പറഞ്ഞ് മേജൻ അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയാണ്. അവർ മേജൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി ഒരുപാട് ആൾക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരാരും ഹൈദറിനെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈദർ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. നിർമ്മിനും അവിടേക്ക് വന്ന് അവരുടെ വിഷമങ്ങൾ പറയുന്നുണ്ട്. ക്ലബ്ബിൽ ഒരുപാട് കാലമായിട്ട് പൈസ കൊടുക്കാനായിട്ട് അവരവിടെ നിന്ന് മെമ്പർഷിപ്പ് ഒഴിവാക്കി എന്നും പറഞ്ഞ് അവരവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദറും പറയും, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഇപ്പം നമ്മളൊരു വിലയില്ല, ആർക്കും നമ്മളെ സഹായിക്കുക കൂടി വേണ്ട. ഇതെല്ലാം മേജൻ അവിടെ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. മേജന് മനസ്സിലാവും ഹൈദറിനെ അവളെ സഹായിക്കാൻ കഴിയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നസീർ അവരുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഇത് കാണുമ്പോൾ ആദേശ് നല്ല ദേഷ്യം വരും. അവൻ നസീറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നസീർ ആദേശിനോട് പറയും, ആദേശ് ഞാനിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ നിന്നോട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്. നീ എന്തിനാണ് ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തത്? ഇതിലൂടെ എനിക്ക് ഫിനാൻഷ്യൽ പ്രശ്നം മാത്രമല്ല, എൻ്റെ പ്രസ്റ്റീജിനും തന്നെ ഇത് ബാധിക്കും. അതുകൊണ്ട് നീ എന്തായാലും ഈ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നെല്ലാം നസീർ അവരോട് പറയും. ഇത് കേട്ടുകൊണ്ട് മേജൻ അങ്ങോട്ട് വരും. നസീർ നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് മേജൻ അവരോട് പറയും. ഇത് കേൾക്കുമ്പോൾ നസീറും പറയും, ഞാനൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ആദേശിനോട് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് എന്നും പറഞ്ഞ് നസീർ ആദേശിനോട് ഒരുപാട് തവണ ബെഗ് ചെയ്ത് നോക്കും ഈ പ്രൊജക്റ്റ് ഒന്നുകൂടി തുടരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആദേശിന് ഒരു കുലുക്കം ഉണ്ടാവില്ല, അവനതിന് സമ്മതിക്കില്ല. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നസീറിന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവൻ മേജനോട് പറയും, മേജൻ നമുക്ക് സംസാരിക്കാമല്ലോ, എനിക്ക് നിന്നോട് പ്രൊജക്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആദേശ് മേജനെ വലിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നിർത്തും. എന്നിട്ട് അവൻ പറയും, എന്ത് പ്രൊജക്റ്റ്? ഇവിടെ അതിന് ഒരു പ്രൊജക്റ്റ് നടക്കാൻ പോകുന്നില്ല, പിന്നെ നീ എന്ത് തേങ്ങയാണ് ഇവരോട് പറയാൻ പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ നസീറിന് നല്ല ദേഷ്യം വരും. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ നിന്നും പോകുമ്പോൾ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും നിന്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കട്ടാ. നസീർ പോയി കഴിയുമ്പോൾ ആദേശ് മേജനോട് വീണ്ടും ആ ഓഫറിനെ കുറിച്ച് സംസാരിക്കും. ഞാൻ തന്ന ഓഫറിനെ കുറിച്ച് നീ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്ക്, നിന്റെ തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എൻ്റെ മനസ്സ് മാറാൻ മുമ്പ് അതിന് സമ്മതിക്കണം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. പക്ഷേ ആദേശിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് മേജൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഓഫീസറിനെ വിളിച്ചു നോക്കും.
കൊടുക്കും. യാസർ, നീയാണ് ഇപ്പം എൻ്റെ അവസാനത്തെ പ്രതീക്ഷ. എൻ്റെ അച്ഛനെ പോലും എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നില്ല. നീ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് ഈ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ. ഇത് കേൾക്കുമ്പോൾ അവൻ പറയും, സോറി മർജൻ, എൻ്റെ കയ്യിൽ ഇനി ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ അവർക്കെല്ലാം ഓൾറെഡി വിളിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആദേശാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറല്ല. ഇത് കേൾക്കുമ്പോൾ മർജൻ ആകെ ദേഷ്യം പിടിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊന്നും അറിയാതെ അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും ജമാലിനെയാണ്. ആദേശ് ജമാലിനോട് പറയും, ഈ നസീർ എന്ന് പറയുന്നത് ചില്ലറ തലവേദന ഒന്നുമല്ല. എന്ത് പണി വിട്ടിട്ടാ ഞാൻ അവനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നതെന്ന് അറിയോ? അവൻ എന്ത് കണ്ടിട്ടാണ് അവൻ നമ്മുടെ പിറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ജമാൽ ആദേശിനോട് പറയും, ചിലപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പെൺകുട്ടിയല്ലേ മർജൻ, അവനെ നീ കല്യാണം കഴിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ആദേശ് ജമാലിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ജമാലും പറയും, നീ എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, എന്തായാലും അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇനി എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? എന്തായാലും മർജൻ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. ഇത് കേൾക്കുമ്പോൾ ജമാൽ ആദേശിനോട് പറയും, എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യം എനിക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. എത്ര കാലിച്ചിട്ടും എനിക്കിതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നില്ല. നീ എന്തിനാണ് ആ നസീറിനെ ഇത്രയധികം വെറുക്കുന്നത്? സത്യം പറഞ്ഞാൽ നിന്റെ ആ വെറുപ്പ് ഈ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ശരിക്കും നമ്മുടെ ശത്രു ഹൈദരാണ്. പക്ഷെ നസീർ എന്ന പേര് കേൾക്കുമ്പോഴേ നിന്റെ ഹൃദയത്തിൽ തീ കത്താൻ തുടങ്ങും. ഇതിനെല്ലാം കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ നിനക്ക് അവനോട് ജലസ് അല്ലേ? ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോഴാണ് ഡോറിൻ്റെ അടുത്ത് മേർജൻ നിൽക്കുന്ന കാര്യം ആദേശ് കാണുന്നത്. മേർജൻ ഇതെല്ലാം കേട്ടോണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് അറഫ്ത സീരീസിലെ 17ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഒരു റെഡ് ഹാർട്ടായിട്ടെങ്കിലും കമൻറ്റ് ഇട്ട് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.